നമ്മളെല്ലാവരും മാസത്തിൽ ഒരു വരുമാനം അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും മാസത്തിൽ ശമ്പളം മേടിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്കൊരു വരുമാനം നമ്മൾ ജനറേറ്റ് ചെയ്യുന്നതായിരിക്കാം. എങ്ങനെയായാലും നമുക്ക് കിട്ടുന്ന ഒരു എമൗണ്ടിനെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കണം എന്നറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളുടെ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫൈനാൻഷ്യൽ ഗോളിലേക്കോ നമുക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പം നമുക്ക് കിട്ടുന്ന വരുമാനം എന്തോ ആയിക്കോട്ടെ, എത്രയോ ആയിക്കോട്ടെ, പക്ഷെ അത് നമ്മൾ പ്രോപ്പർ രീതിയിൽ മാനേജ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഫൈനാൻഷ്യൽ ഗോളുകൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് കിട്ടുന്ന ഒരു വരുമാനത്തെ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന മന്ത്ലി ഇൻകം നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, അതിനെ നമ്മൾ എങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അപ്പൊ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു ക്ലാരിറ്റി കിട്ടും. നിങ്ങളുടെ ഒരു എമൗണ്ടിനെ ഏറ്റവും ബേസിക് ആയിട്ട് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട്. ഞാൻ ഇതിന്റെ ഒരു എക്സ്ട്രോണറി ലെവലിലൊന്നും അല്ല സംസാരിക്കുന്നത്. ഞാൻ വളരെ ബേസിക് ആയിട്ട് എങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ലൈഫ് കൊണ്ടുപോകും വേണം. അതിന്റെ കൂടെ തന്നെ നമ്മുടെ സേവിങ്സും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റും നമ്മുടെ എമർജൻസി ഫണ്ടും ഒക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ടത്, ഉപയോഗിക്കേണ്ടത്, അതായത് അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സേവ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ടും തന്നെ കാണുക. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആക്ച്വലി നമ്മുടെ ഫൈനാൻസ് മാനേജ് ചെയ്യുന്നതിന്റെ ഏറ്റവും ബേസിക് ആയ രീതി എന്ന് പറയുന്നത് 50-30-20 റൂളാണ്. അത് മിക്കവാറും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു റൂളായിരിക്കും. ആക്ച്വലി 50% എന്ന് പറയുന്നത് നമ്മുടെ വാണ്ട്സിലേക്കും 30% എന്ന് പറയുന്നത് നമ്മുടെ നീഡ്സിലേക്കും 20% നമ്മുടെ സേവിങ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിലേക്കും വേണ്ടിയിട്ട് നമ്മൾ തരംതിരിച്ച് മാറ്റിവെക്കണം. അപ്പൊ ആക്ച്വലി ഞാനിന്ന് സംസാരിക്കുന്നത് ഇതിനെ ആക്ച്വലി 4ആയിട്ട് തരംതിരിച്ചിട്ട് എങ്ങനെ നമുക്ക് നമ്മുടെ എമൗണ്ടിനെ, നമ്മുടെ വരുമാനത്തെ, നമുക്ക് മന്ത്ലി കിട്ടുന്ന ഒരു സാലറിയെ നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അപ്പൊ അതിൽ ആക്ച്വലി ഈ 4 കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഫിക്സഡ് കോസ്റ്റ് ആണ്, രണ്ടാമത്തത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ്, മൂന്നാമത്തത് സേവിങ്സ് ആണ്, നാലാമത്തത് ഗിൽറ്റ് ഫ്രീ സ്പെൻഡിങ് ആണ്. അപ്പൊ ഈ 4 കാര്യം എന്താണെന്നുള്ളത് ഞാൻ ആദ്യം വിശദീകരിച്ച് തരാം. എന്നിട്ട് അതിന് ശേഷം അത് എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ളതിനെ പറ്റിയിട്ടും ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പൊ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് ആണ്. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ യൂട്ടിലിറ്റി, നമ്മുടെ ഒരു മാസം നമുക്ക് ചെലവഴിക്കേണ്ട, നിർബന്ധമായിട്ട് നമ്മൾ കൊടുക്കേണ്ട, അല്ലെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ റെന്റ് കൊടുക്കേണ്ടതാവാം, അല്ലെങ്കിൽ നമ്മളെ ഇലക്ട്രിസിറ്റി ബില്ലാവാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡെബിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പേയ്മെന്റ് ആവാം, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് അടക്കുന്നതാവാം. അപ്പൊ ഇതൊക്കെയാണ് ആക്ച്വലി യൂട്ടിലിറ്റി ഫിക്സഡ് കോസ്റ്റിലേക്ക് വരുന്നത്. അപ്പൊ ഈ ഫിക്സഡ് കോസ്റ്റിൽ നമുക്ക് കിട്ടുന്ന സാലറിയുടെ ഒരു 50% to 60%, അതായത് നിങ്ങളുടെ ടോട്ടൽ സാലറിയുടെ ഒരു 50%ഓ 60%ഓ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് മാത്രം മാറ്റി വെക്കണം. ഓക്കെ, അതായത് നിങ്ങൾക്ക് കിട്ടുന്ന സാലറി ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10,000 റുപ്പീസ് ആണെന്നുണ്ടെങ്കിൽ ആ 10,000ന്റെ 6,000 റുപ്പീസ്, അതായത് മാക്സിമം ആണ് ഞാൻ പറയുന്നത്, 60%-നകത്ത് നിങ്ങളുടെ എല്ലാ യൂട്ടിലിറ്റീസ്, അതായത് നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ല്, നിങ്ങളുടെ ട്രാൻസ്പോർട്ട്, നിങ്ങളുടെ ഡെബിറ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ബിൽസ് ഉണ്ടെങ്കിൽ അത് എല്ലാം ഈ ഒരു 60%-നകത്ത് നിങ്ങൾ തീർച്ചയായിട്ടും ക്ലോസ് ചെയ്തിരിക്കും. രണ്ടാമത്തത് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതായത് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ബാലൻസ് നമ്മുടെ 60%-നകത്ത് നമ്മുടെ ഫിക്സഡ് കോസ്റ്റ് പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാലൻസ് വരുന്ന 40%-ൽ 20% എടുത്തിട്ട് അതിൽ നിന്നൊരു 10% നിങ്ങൾക്ക് സേവിങ്സിലേക്കും 10% നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിലേക്കും വേണ്ടിയിട്ട് നിങ്ങൾക്ക് മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പെൻഷൻ ഫണ്ടിലേക്കായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. വാട്ട് എവർ, നിങ്ങളുടെ 10% നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റി വെക്കുക. പിന്നീട് ബാലൻസ് വരുന്ന 10% നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിലേക്ക്. ആ സേവിങ് അക്കൗണ്ടിലേക്ക് എന്തിനാണ് മാറ്റി വെക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾക്ക് എമർജൻസി ഫണ്ടായിട്ട് ആ സേവിങ്സിന് ഉപയോഗിക്കാം. അതല്ല, നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു എന്തെങ്കിലും ഒരു പർച്ചേസ് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള എമൗണ്ട് എടുത്തിട്ട് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിനാണ് നമ്മൾ സേവിങ് അക്കൗണ്ടിലേക്ക് 10% എല്ലാ മാസവും മാറ്റി വെക്കുന്നത്. പിന്നെ ബാലൻസ് വരുന്ന ഒരു 20% അല്ലെങ്കിൽ ഒരു 25% ആ ഒരു എമൗണ്ടിനെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു ഗിൽറ്റ് ഫ്രീ സ്പെൻഡിങ് ആണ്. അതായത് ഇപ്പൊ നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും ഇപ്പോ ഒരു ചെറിയ ഏജിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ മേടിക്കാനുണ്ടാവും. ഇപ്പോൾ ഇഷ്ടപ്പെട്ട ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാനുണ്ടാവും, ഇഷ്ടപ്പെട്ട വസ്ത്രം മേടിക്കാനുണ്ടാവും, ഷൂസ് മേടിക്കാനുണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ എക്സ്പെൻസുകളും നിങ്ങളിൽ ഈ ഒരു ബാലൻസ് വരുന്ന 20%, അതല്ലാന്നുണ്ടെങ്കിൽ 25-30%-നകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. ഈ
ഒരു മാസം നിങ്ങളുടെ കിട്ടുന്ന സാലറിയുടെ 25% അല്ലെങ്കിൽ 20%, അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ 50% ആണ് നിങ്ങളുടെ ഫിക്സഡ് കോസ്റ്റിലേക്ക് മാറ്റി വെച്ചത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാലൻസ് വരുന്ന 20% നിങ്ങൾ 10% സേവിങ്സിലേക്കും 10% ഇൻവെസ്റ്റ്മെന്റിലേക്കും മാറ്റി വെച്ച് ബാലൻസ് വരുന്ന 30% നിങ്ങൾക്ക് നിങ്ങളുടെ ഗിൽറ്റ് ഫ്രീ സ്പെൻഡിങ്ങിലേക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആ പേര് തന്നെ ഉണ്ട് എന്തുകൊണ്ടാണ് അതിനെ ഗിൽറ്റ് ഫ്രീ സ്പെൻഡിങ് എന്ന് പറയുന്നത് എന്ന്. പക്ഷെ ഈ ഒരു 25-30% അകത്ത് നിങ്ങൾ ആ ഒരു മാസം അത് മുഴുവനായിട്ടും ബാലൻസ് ചെയ്യണം. അതാണ് ഇതിന്റെ ഒരു ഗെയിം. ഓക്കെ, അതല്ലാതെ ഒരിക്കലും നമ്മൾ 25% നമ്മൾ 30% ചെലവഴിച്ച് കംപ്ലീറ്റ് കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു മാസം പകുതി ആയപ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു മാസം അവസാനം ആകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് കഴിഞ്ഞു, ഇനി നമുക്ക് ആവശ്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സേവ് ചെയ്ത എമൗണ്ട് നിന്ന് എടുത്തിട്ട് ചെലവഴിക്കാതിരിക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കടം മേടിച്ചിട്ട് ചെലവഴിക്കാതിരിക്കുക. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു 50% അല്ലെങ്കിൽ 20% എന്നുള്ള ഈ ഡിവൈഡ് നോക്കിയിട്ട് ഇതിനനുസരിച്ചിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ നിങ്ങൾ ജോലി ചെയ്ത് തുടങ്ങുന്ന ഒരു സമയമാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്ത് ഇതുവരെ ഒന്നും ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു പ്രിൻസിപ്പിൾ ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ്. സോ ഈ ഒരു പ്രിൻസിപ്പിൾ ഫോളോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരിക്കലും നിങ്ങൾക്കും ഒരു ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യാതെ മാറ്റി വെക്കുന്നു എന്നുള്ളൊരു ടെൻഷനോ കാര്യങ്ങളോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാതെ മാറ്റി വെക്കുന്നു എന്നുള്ളൊരു ടെൻഷനോ കാര്യങ്ങളോ നിങ്ങൾക്കും വേണ്ട. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങളുടെ ഒരു 10% സേവിങ്സിലേക്കും 10% നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിലേക്കും 20%-25% നിങ്ങളുടെ ഗിൽറ്റ് ഫ്രീ സ്പെൻഡിങ്ങിലേക്കും എടുത്തു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻഡ് ഓഫ് ദ ഡേ അല്ലെങ്കിൽ ഒരു എൻഡ് ഓഫ് ദ ഇയർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ഇൻവെസ്റ്റ്മെന്റും ഉണ്ടാവും, അത്യാവശ്യം നല്ലൊരു സേവിങ്സും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടാവും. അപ്പോൾ ഈ കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ഇതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഒരു എക്സ്പെൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വരുമാനത്തെ ഈ ഒരു രീതിയിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. ഇതിന്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കൊരു ഫൈനാൻഷ്യൽ ഫ്രീഡം അല്ലെങ്കിൽ ഒരു ലോങ് വിഷൻ ഗോളിലേക്കൊക്കെ നമ്മൾ എത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ വേറെ പലതും ചെയ്യേണ്ടതുണ്ട്. സോ അതൊന്നുമല്ല ഞാനിപ്പോൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ സേവിങ് ഹാബിറ്റും അതേപോലെ നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഹാബിറ്റും ഒക്കെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാത്തിൻ്റെയും ഒരു അടിസ്ഥാനം, ഒരു കോർ എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നത് ഡിസിപ്ലിനാണ്. അപ്പോൾ നിങ്ങളുടെ ഫൈനാൻസിലുള്ള ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് പെട്ടെന്നൊരു ദിവസം വന്നിട്ട് ഞാൻ അല്ലെങ്കിൽ 40% ഇൻവെസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ 40% ഞാൻ സേവ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വിത്തിൻ 1 month 2 month അത് വീണ്ടും തിരിച്ച് നമുക്ക് എമർജൻസി സിറ്റുവേഷൻസ് വരും. ആ സമയത്ത് എടുത്തിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എടുത്തിട്ട് നമുക്ക് വീണ്ടും ചിലവഴിക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ ഒരു പ്രിൻസിപ്പിൾ 50%, 20% ബാലൻസ് വരുന്ന 20% അല്ലെങ്കിൽ 30% എടുത്തിട്ട് നിങ്ങളുടെ ഗിൽറ്റ് ഫ്രീ സ്പെൻഡിങ്ങിന് വേണ്ടിയിട്ട് ചിലവഴിച്ചിട്ട് ഈ ഒരു പ്രിൻസിപ്പിൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ കാര്യം ശ്രദ്ധിച്ചിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഒരു ഫൈനാൻസിന് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തെ നിങ്ങൾ പ്ലാൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.